അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് മൊത്തം പ്രവാസികൾ ഉറപ്പെടുത്തുകയാണ്. പ്രവാസ ലോകത്ത് ഒരുപാട് മലയാളികൾ അടക്കം ജോലി ചെയ്യുന്നവരുണ്ട്. കുറച്ച് ദിവസമായിട്ട് ആത്മഹത്യ മലയാളികളുടെ ഇടയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷത്തെ തെറ്റായ ചിന്തയോടെ എല്ലാം അവസാനിപ്പിച്ച് പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ 10 വട്ടം ആലോചിക്കുക സുഹൃത്തുക്കളെ. ചിന്തിക്കുന്നവർക്കേ ദൃഷ്ടാന്തമുള്ളൂ, ചിന്തിക്കാത്തവർ ദൃഷ്ടാന്തമില്ല. സത്യമാണത്. നിങ്ങളെ കാത്ത് നിങ്ങളെ ഭാര്യ, കുട്ടികൾ, അച്ഛൻ, അമ്മ നാട്ടിൽ കഴിയാണ്. നമ്മളെല്ലാവരും പ്രവാസ ലോകത്ത് വന്നത് സൂഹിക്കാനല്ല. പല ആളുകൾക്ക് പല പ്രശ്നങ്ങൾ, വീട് വെക്കാനുണ്ടാവും, കുട്ടികളെ പള്ളിക്കൂടത്ത് പഠിപ്പിക്കാനുണ്ടാവും, പെങ്ങന്മാരെ വിവാഹം കഴിച്ചേക്കാനുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ഇതുമായിട്ട് നമ്മൾ വരുന്നത്. പല ആൾക്കാർക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഞാനടക്കം എല്ലാവർക്കും ടെൻഷൻ, അതിൻ്റേതായ ടെൻഷനുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പഴയ മാതിരിയല്ല. നമ്മളെ ഒരുപാട് ഗ്രൂപ്പുകളും കൂട്ടായ്മയും എല്ലാം ഉണ്ട്. നമുക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും ആ ഗ്രൂപ്പിലെ അഡ്മിനെയോ നമ്മുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കാരെ അറിയിക്കുക. അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരും സഹായിക്കും. പഴയ മാതിരിയല്ല. അപ്പോൾ നമ്മൾ നല്ലോണം ആലോചിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കാത്തിട്ട് നാട്ടിൽ കുടുംബം ഉണ്ടെന്നുള്ള ബോധത്തോടു കൂടി നമ്മളോട് പ്രവാസ ലോകത്തൊന്ന് ജോലി ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക. എല്ലാം നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് തീർത്ത് കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും മരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തോ എടുത്തു വെച്ച് എല്ലാം അവസാനിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തോ എടുത്തു വെച്ച മാതിരിയാണ്. ഒന്നുമില്ല സുഹൃത്തുക്കളെ. നിങ്ങളെ കുട്ടികളൊക്കെ ഇപ്പം വിചാരിക്കും എൻ്റെ അച്ഛനിപ്പോൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അയച്ചു തരാൻ അച്ഛനുണ്ട്, അച്ഛനോട് പറഞ്ഞാൽ മതി. പെരുന്നാളായാലും ഓണായാലും ക്രിസ്മസ് ആയാലും നമുക്കെല്ലാം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അച്ഛനെ അയച്ചു തരാൻ അച്ഛൻ നമ്മളവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെ കഴിയുന്നത്. നിങ്ങളതെല്ലാം ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവരെ കുറച്ച് ദിവസമൊക്കെ അവരെ ബന്ധുക്കളൊക്കെ നോക്കും. പിന്നെ അവർ റോഡിൽ വഴിയാധാരമാകാണ്. അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പം നല്ലോണം ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബം ഉണ്ടെന്നതോടുകൂടി പ്രവാസ ലോകത്ത് ജോലി ചെയ്യുക. മറക്കേണ്ട സുഹൃത്തുക്കളെ. ആരും ആത്മഹത്യയിലേക്ക് നീങ്ങരുത് സുഹൃത്തുക്കളെ. ദയവായി ഞാൻ പറയണം. കുറച്ച് ദിവസമായിട്ടില്ല, കുറേ ദിവസമായിട്ട് ഇപ്പോൾ കേൾക്കുന്നത് തന്നെ ആത്മഹത്യ മലയാളികളുടെ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്യുക. കുടുംബം ഉണ്ടെന്ന് ബോധത്തോടു കൂടിയിട്ട് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുക. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.